ഇസ്രായേൽ ഇടഞ്ഞാൽ നിലവിൽ നടപ്പിലാകാൻ പോകുന്ന അമേരിക്കൻ ഇറാൻ സമാധാന കരാർ തകരുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ലോകത്ത് സമാധാനമുണ്ടാകുന്നതിനെ എതിർക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേലാണ്. അവർക്കൊരിക്കലും യുദ്ധം അവസാനിക്കാൻ പാടില്ല, സമാധാന കരാർ വരാൻ പാടില്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥായിയായിട്ട് അങ്ങനെ നിലനിൽക്കാൻ പാടില്ല. ഈ തരത്തിലാണ് കുരുട്ടായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതിനനുസരിച്ച് സായുധ പോരാട്ടം നടത്തി ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ? അതൊട്ടില്ലാനും. അത് എവിടെയെങ്കിലും അങ്ങനെ ഒരു വിജയം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുകയില്ല. ഇത്തരം പ്രാദേശികപരമായിരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഇനി ലെബനാനുമായിട്ട് യുദ്ധം തുടങ്ങി. എത്ര കാലമായി യുദ്ധം തുടങ്ങിയിട്ട്? ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം 2 കൊല്ലത്തോളം ഹമാസുമായിട്ട് പോരാടി. ഇപ്പോൾ അവർ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അവർ തങ്ങളാണ് മേൽക്കോയ്മ നേടിയതെന്ന് ഇസ്രായേൽ പോലും അവകാശപ്പെടുന്നില്ല. സിറിയക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ജയിച്ചിട്ടില്ല. അങ്ങനെ പോകുന്നു അവരുടെ നീണ്ട ചരിത്രങ്ങൾ. യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ ദുരന്തവും അതിൻ്റെ വിഷയങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യം തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിലാണ് അവർക്ക് ആധിപത്യമുള്ള ഒരു വിജയം മുന്നേറ്റവും കൃത്യമായ രീതിയിലുണ്ടായത്. അത് ഇസ്രായേൽ മാത്രം ചെയ്ത യുദ്ധമല്ല, അതിൽ ഫ്രാൻസും അമേരിക്കയൊക്കെ വലിയ രീതിയിൽ സഹായം നൽകിയിട്ടുണ്ട്, ബ്രിട്ടൻ അടക്കം. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭകൾ പിന്നാമ്പുറം പ്രവർത്തിച്ച് നേടിയെടുത്ത വിജയമാണ് അന്നത്തേത്. ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഉക്രൈൻ മാത്രമാണ് റഷ്യക്കെതിരെ പോരാടുന്നത് അല്ല. യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്കയുണ്ട്. അങ്ങനെ സംയുക്തമായ രീതിയിലുള്ള ഒരു ഗ്രൂപ്പാണ് റഷ്യയുമായിട്ട് ഏറ്റുമുട്ടുന്നത് എന്നതിന് സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ്